മിണ്ടിയും പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരൻ മനീഷ് മുഴക്കുന്നിന്റെ എഴുത്തുവിശേഷങ്ങൾ. കീളുവാരങ്ങൾ എന്ന നോവലിലൂടെ പ്രശസ്തനായ എഴുത്തുകാരൻ മനീഷ് മുഴക്കുന്നുമായുള്ള സംഭാഷണം തുടരുന്നു. മനീഷ് എഴുത്തിൽ ആരെങ്കിലും അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും എഴുത്ത് രീതികൾ പിന്തുടർന്നിട്ടുണ്ടോ? ഇല്ല, കാരണം നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ എഴുതിയേ പറ്റുള്ളൂ എന്നാഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പം മലയാള സാഹിത്യം എന്ന് പറയുന്നത് വിശാലമാണ്. അവിടെ മനീഷ് മുഴക്കുന്ന് എന്നൊരു എഴുത്തുകാരൻ അക്ഷരങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും മലയാള സാഹിത്യത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവം അല്ലെങ്കിൽ എന്തായാലും എനിക്ക് എഴുതണം എന്നൊരു വാശിയൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടില്ല. എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. അതായത് യാദൃശ്ചികമായിട്ട് നമ്മൾ എഴുത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് അനുഭവം. ഇപ്പോൾ ആദ്യത്തെ ഒരു കഥ എഴുതുന്നത് ഒരു ദിവസം എൻ്റെ നാട്ടിൽ ഒരു രാത്രിയിൽ ഒരു 12 മണിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുമ്പോൾ അതിൽ നിന്നൊരു സുഹൃത്ത് അവൻ്റെ വീട്ടിലല്ല അവൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള കുട്ടിയും അച്ഛനും തമ്മിലുള്ളൊരു അനുഭവം കുറച്ച് പങ്കുവെക്കുകയുണ്ടായി. അത് ഒരു കുട്ടി കുറച്ചുകൂടി ഒരു തനിഷ്ഠത്തോടു കൂടിയൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ, ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ സ്വാതന്ത്ര്യമായിരിക്കാം അത്, എന്നാൽ പോലും അത് വീടുകളിൽ ഉണ്ടാക്കുന്ന ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരം ഒരു അനുഭവം മുന്നോട്ട് വെച്ചപ്പോൾ പഴയ കാലത്ത് ഉള്ള ജീവിതവും കൂടി ആ സമയത്ത് അവനത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അന്ന് ഇതെന്നെ വല്ലാതെ ഇങ്ങനെ ഒരു അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ആ 1 മണിയാകുമ്പോൾ വീട്ടിലെത്തി ഞാൻ ഏതാണ്ട് ഒരു 4:30 പിന്നീട് എഴുന്നേൽക്കുകയാണ്. 4:30 എഴുന്നേറ്റിട്ട് ഒരു 7 മണിയാകുമ്പോഴേക്കും എഴുതിയ ഒരു കഥയാണ് ആദ്യത്തെ ഒരു എഴുത്ത്. അതിൻ്റെ പേരെന്തായിരുന്നു? അത് പേരമരം എന്നാണ് ഒരു കഥയുടെ പേര്. അത് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അത് പബ്ലിഷ് ചെയ്തിട്ട് അത് പുസ്തകമായി വന്നു. അതിന് മുന്നേ അത് കണ്ണൂർ ആകാശവാണിയിൽ അത് സംപ്രേഷണം ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ആദ്യത്തെ കഥ. അതാണ് പിന്നീടാണ് നമുക്ക് എഴുതാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ് എന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നീട് ഒരുപാട് ചെറുകഥകൾ എഴുതി. പിന്നീട് ഇതെല്ലാം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കഥകളായിരുന്നു. അതായത് അനുഭവം പോലെയുള്ള കാര്യങ്ങളെ കഥകളാക്കി മാറ്റുന്ന കുഞ്ഞു കുഞ്ഞു കഥകളായിരുന്നു. അതിൽ മിക്കതും ആകാശവാണിയിൽ വന്നു. അപ്പം അതിനുശേഷം പിന്നീട് ഇത് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുസ്തകമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുമ്പോഴാണ് പിന്നീട് അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നത്. അപ്പം നമുക്ക് അത് ഓരോ എഴുത്തും നമ്മളെ കൂടുതൽ ഇങ്ങനെ ഒരു മെച്ചപ്പെടുത്തി എടുക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ കഥ മുതൽ ഉള്ള ഒരു ശക്തിയാണ് നമ്മുടെ കിളുവാരങ്ങൾ വരെ എത്തി നിൽക്കുന്നത്. ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരുന്ന ഒരു പുതിയ എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പബ്ലിഷറെ കിട്ടുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. കാരണം ചില പബ്ലിഷർമാർ പുതിയൊരു എഴുത്തുകാരൻ്റെ എഴുത്ത് വായിച്ചു പോലും നോക്കാൻ മെനക്കെടാറില്ല. മിഴാവ് കുന്നിന് അത്തരം ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? നോവൽ വന്നപ്പോൾ ഞാനിതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രസാധനത്തിലേക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അത് ഇപ്പം പല തിരക്കുകളുമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉള്ളതുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന നിലയിലാണ് നമുക്ക് മറുപടി ലഭിച്ചത്. പിന്നീട് കൈരളി ബുക്സിനെ സമീപിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. നല്ല നിലയിൽ തന്നെ അത് വായിക്കപ്പെട്ടിരുന്നു. പിന്നീട് അത് അങ്ങനെയുള്ള വായിക്കപ്പെട്ടത് കൊണ്ട് തന്നെയും അതുപോലെ തന്നെ മറ്റൊരു പ്രമേയം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വന്നതുകൊണ്ടും നമുക്ക് വീണ്ടും എഴുത്തിൽ തുടർച്ച ഉണ്ടാക്കാൻ പറ്റി. ഈ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമൊക്കെയുള്ളൊരു പിന്തുണ എങ്ങനെയാണ്? സുഹൃത്തുക്കൾ നല്ല പിന്തുണയാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം സാഹിത്യത്തോട് അഭിരുചിയുള്ള ആളുകളാണല്ലോ. നമ്മളിപ്പം ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ ഇതിനോട് എഴുത്തിനോട് വായനയോടൊക്കെ ഇഷ്ടമുള്ള ആളുകളും കൂടി ഉണ്ടാവും. അവരുടെ പിന്തുണയാണ് നമുക്ക് എപ്പോഴും ഈ എഴുത്തിൻ്റെ മേഖലയിൽ കൂടുതൽ കിട്ടുക. പക്ഷെ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരും നമ്മളെ ചേർത്ത് പിടിക്കും. ഇതിലെനിക്ക് ചോദിക്കാനുള്ളത്, ഈ വള്ളിയൂർക്കാവിൽ നിലനിന്നിരുന്ന ഈ അടിമ കച്ചവടം, അതിനെക്കുറിച്ച് മനീഷ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് അധികം പേർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു, അത് പ്രത്യേകിച്ച് വയനാടിന് പുറത്തുള്ളവർക്ക്. അത് എൻ്റെ വായന അനുഭവമാണ്. ഞാൻ ഒന്നാമത് ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ നക്സൽ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒക്കെ RK ബിജുരാജിൻ്റെ കേരളത്തിലെ നക്സൽ ദിനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ വല്യപ്പണിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അജിതയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ വല്യപ്പണിയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും ഈ അടിമ കച്ചവടത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കുന്നത് 7.5 സേർ നെല്ലും 5 ഉറുപ്പികയും ഒരു കോറത്തുണിയും 2 കിലോ ചോറും കൊടുത്ത് അടിമയാക്കുന്നു, ഒന്നിനപ്പുറത്തേക്ക് നമ്മൾ അറിയുന്നില്ല. പക്ഷേ അതിനുശേഷം സംഭവിക്കുന്ന ഈ അടിമയ്ക്ക് എന്ത് സംഭവിക്കുന്നു, അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പിന്നെ ചൂഷണങ്ങളൊക്കെ എത്ര വലുതാണെന്നുള്ളത് നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഇറങ്ങുമ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. കരിയാത്തിനെ കുറിച്ച് സംസാരിക്കാം. കരിയാത്തിന് എഴുതുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ പല എഴുത്തുകാരുടെ അനുഭവം വ്യത്യസ്തമായിരിക്കാം.
പക്ഷേ എൻ്റെ ഒരു എഴുത്തനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും ഈ നായക കഥാപാത്രങ്ങൾ എപ്പോഴും നായക കഥാപാത്രങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ചിന്തകളും പിന്നെ അതുപോലെ തന്നെ പ്രതിരോധത്തിൻ്റെ സ്വഭാവങ്ങളും ഒക്കെ നമ്മളെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നതാണ്. അപ്പം സത്യത്തിൽ ഇത്തരം ഒരു കഥാപാത്രം ഒരുപക്ഷെ ഒരു 50% നമ്മൾ തന്നെയായിരിക്കും. കാരണം നമുക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു വിഷയത്തോട് നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഉള്ളിൽ ആത്മാവശ്യമുണ്ട്, നമ്മളുടെ ഒരു രൂപം കൊള്ളുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് ഒരു അടിമ വ്യവസ്ഥ നിലനിൽക്കുന്നു, പിന്നെ ഇതിനെതിരായിട്ട് ആരും ഒരു പ്രതിരോധത്തിൻ്റെ ശബ്ദങ്ങൾ ഉയർത്തുന്നില്ല, ഇത് എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്നൊരു നിലയിൽ വിധിയായിട്ട് ഇതിനെ തലയിലേക്ക് സ്വയം എടുത്തു വയ്ക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ പിന്നെ നമ്മുടെ ചിന്ത ആ തലത്തിലല്ല പോവുക. നമ്മളെങ്ങനെ അടിമകളായി എന്നൊരു ചോദ്യം, എല്ലാവരും മനുഷ്യന്മാരാണ് എന്നൊരു ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഉള്ളിലും കൂടി രൂപം കൊള്ളുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നായകനിലൂടെ മുന്നോട്ടേക്ക് വയ്ക്കും. അപ്പം പലപ്പോഴും ഞാൻ ആദിവാസി ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴൊക്കെ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പ്രതിരോധത്തിൻ്റെ ശബ്ദങ്ങളായി ഉയർന്നു വന്ന ആളുകൾ പ്രത്യേകിച്ച് പണിയ സമുദായ വിഭാഗത്തിലൊക്കെ വളരെ ഒരുപക്ഷെ കുറവായിരിക്കാം. പക്ഷേ നമുക്കത് അറിയാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ആളുകളെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരാൾ രൂപം കൊണ്ട് ഈ നിലനിൽക്കുന്ന വ്യവസ്ഥകൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന, നമ്മളെങ്ങനെ അടിമകളായി എന്ന് ചോദിക്കുന്ന, നോവലിൽ ഒരു ഭാഗത്ത് ചായ കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് ഗ്ലാസ്സിലും ഇവർക്ക് ചിരട്ടയിലും കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ചിരട്ടയിൽ ചായ തരുന്നത്? അപ്പോൾ അതിന് കടക്കാരൻ ചോദിക്കുന്ന നമ്മളോട്, നീ ആരാണ് ഗ്ലാസ്സിൽ ചായ കുടിക്കാമെന്നാണ്. അപ്പോൾ കരിയാത്തം പറഞ്ഞ മറുപടി, ഞാനൊരു മനുഷ്യനാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്നതാണ്. അത് കഥാപാത്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പറയുന്നു. ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ കണ്ടെടുത്തത് പരിചിതമായ മനീഷ് വളർന്നു വന്ന ആ ഒരു സമൂഹത്തിൽ നിന്നായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ ആദ്യം നമ്മളൊരു കഥാപാത്രത്തെ രൂപം കൊടുത്തുകൊണ്ട് ഒരു സൃഷ്ടിച്ചുകൊണ്ട് കുറേ സംഭവങ്ങൾ പറയുക എന്നുള്ളതല്ല ഞാൻ എഴുതുന്ന രീതി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എഴുതുന്നത്. ഞാൻ എഴുതുന്നത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഒരു കഥാപാത്രത്തെ നമ്മളവിടെ. നോവലിലെ പേരുകളൊക്കെ വ്യത്യസ്തമാണ്. ആ പേരുകൾ എവിടെ നിന്നാണ് കണ്ടെടുത്തത്? പേരുകൾ ഞാൻ എൻ്റെ ആലോചന ചിന്തകളിൽ നിന്ന് പിന്നെ ഒക്കെയാണ്. പിന്നെ കമ്മട്ടി എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരു സ്ത്രീയായിരുന്നു. ഏതാണ്ട് ഒരു 8-10 വർഷം മുമ്പ് അവർ മരണപ്പെട്ടു പോയി. അവരുടെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ ചീരാളെന്ന പിന്നെ പേര്, അങ്ങനെയുള്ള കുറേ പേരുകൾ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് കണ്ടെടുക്കാൻ വേണ്ടി പറ്റി. നോവൽ എഴുതിയതിന് ശേഷം ഈ പേരുള്ള ആൾക്കാർ മനീഷിനെ കാണുകയും കൂടുതൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ ഈ ചീരാൾ എന്ന് പറയുന്ന കഥാപാത്രവും കമ്മട്ടി എന്ന് പറയുന്ന കഥാപാത്രവും ഇപ്പോൾ അവർ രണ്ടാളും ജീവിച്ചിരിപ്പില്ല. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ അവരെ കണ്ടുമുട്ടാൻ അവസരം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് മായിയെക്കുറിച്ച് പറയാം. കാരണം കീഴുവാരങ്ങളിലെ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് മായി. മായി എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു നിരീക്ഷണമായിരുന്നു. കാരണം അത് ഇവിടെ എങ്ങനെ വ്യത്യസ്തമാണോ എനിക്കറിയില്ല. എൻ്റെ നാട്ടിലൊക്കെ ഇവർ കൃഷിയിടങ്ങളിലൂടെയൊക്കെ ഇവരുടെ ഒരു കൂട്ടമായിട്ടുള്ളൊരു യാത്രയുണ്ട്. അപ്പോൾ ഈ കൂട്ടമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരത് ഒരുപക്ഷെ ഒരു വീണ് കിടക്കുന്ന ഒരു തേങ്ങയോ അല്ലെങ്കിൽ ഒരു അടക്കയോ ഒക്കെ അവരെടുക്കും. അപ്പോൾ അങ്ങനെ എടുത്തു കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റേതെങ്കിലും ഘട്ടങ്ങളിലൊക്കെ ഈ ഇതിൻ്റെ ഉടമകളും ആയിട്ടുള്ള ആളുകളൊക്കെ രൂക്ഷമായിട്ട് ഇതിനെക്കുറിച്ച് ഇവരോട് പറയും. അപ്പോൾ പലപ്പോഴും ഈ അത്തരം ഒരു ഘട്ടങ്ങൾ വരുമ്പം ആണുങ്ങൾ, അതെൻ്റെ ഒരു നിരീക്ഷണമാണ്, ആണുങ്ങൾ പിന്നെ പതുക്കെ അങ്ങ് പിൻവലിഞ്ഞു പോവുകയാണ് ചെയ്യുക. കാരണം അപ്പുറത്തൊരാൾ ഇവരോട് ഇങ്ങനെ രൂക്ഷമായിട്ട് പറയുന്നോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നൊക്കെ ഒരു ഘട്ടമൊക്കെ വരുമ്പോൾ പതുക്കെ അങ്ങ് പിൻവലിഞ്ഞു പോകും. പക്ഷെ സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുള്ളത് അവർ നിന്നിട്ട് തിരിച്ചവരോട് മറുപടി പറയും. അപ്പോൾ ഒരു സങ്കൂറ്റത്തോടു കൂടി അതിനെക്കുറിച്ച് മറുപടി പറയുന്നൊരു അനുഭവം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടി ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രതിരോധത്തിൻ്റെ സ്വഭാവം സ്ത്രീകളിലാണ് കൂടുതൽ എന്നുള്ളൊരു എൻ്റെ ഒരു നിരീക്ഷണമാണ്. അപ്പോൾ അത് മായി എന്ന കഥാപാത്രത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ട്. കീഴുവാരങ്ങൾ എഴുതുന്ന സമയത്ത് ഈ മായി ആയിരിക്കും കൂടുതൽ വായനക്കാർ ചർച്ച ചെയ്യുക എന്ന് അന്നേ കരുതിയിരുന്നു. ഞാൻ എഴുതുമ്പം തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം മായിയെ ഒരു നല്ല രീതിയിൽ തന്നെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ആ നിലയിൽ തന്നെ പ്രത്യേകിച്ച് ഇപ്പം കരിയാത്തനെ കൊണ്ട് പറയുമ്പോഴും ചിലർ പറയും എനിക്ക് മായിയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറയും. കാരണം അത് ഇത്തരം ഒരു ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓരോ വായനക്കാരുടെ ഉള്ളിലും ഇതിനോട് എങ്ങനെയെങ്കിലും പ്രതിരോധിക്കണം അല്ലെങ്കിൽ ഇതിനോടൊന്ന് പ്രതിഷേധിക്കണം എന്നുള്ളൊരു തോന്നൽ വായനക്കാരൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ പെട്ടെന്ന് അദൃശ്യമായി കടന്നു വരികയും വായനക്കാരൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു തിരിച്ചടിയൊക്കെ നൽകുകയൊക്കെ ചെയ്യുന്നു. പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി പോകുന്നു. അപ്പോൾ ആ നിലയിൽ ആ കഥാപാത്രം ആളുകളുടെ ഉള്ളിൽ, വായനക്കാരുടെ ഉള്ളിൽ തട്ടി നിന്നിട്ടുണ്ട്. നോവൽ എഴുതാനിരിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് വന്ന കഥാപാത്രം ഏതാ?
കരിയാത്തൻ ആണ് എന്നുള്ളത് ഇതിൻ്റെ നോവലിൻ്റെ തുടക്കം ഇങ്ങനെ ആയിരുന്നില്ല. കരിയാത്തൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രയാസത്തിലൂടെയായിരുന്നു നോവൽ തുടങ്ങിയിരുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ടും നമ്മൾ എഡിറ്റ് ചെയ്ത് അതിനെ വീണ്ടും നമ്മളതിനെ മിനുക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പലകുറി മാറ്റി എഴുതിയാൽ മാത്രമേ എനിക്ക് തൃപ്തി വരുള്ളൂ. അപ്പോൾ ഞാൻ മിഴാവൂന്ന് എഴുതുന്നത് ഏതാണ്ടൊരു 30-40 തവണയെങ്കിലും 250 ചില പേജാണ്. അപ്പോൾ കീളുവാരങ്ങൾ എഴുതുമ്പോഴും അത്തരത്തിലൊരു മാറ്റി. പേപ്പറിലല്ല എഴുതുന്നത്? ഞാൻ എഴുതുന്നത് ഫോണിലാണ്. ഞാൻ 2 നോവലുകൾ എഴുതുന്നത് ഫോണിലാണ്. അതിലൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ പുറത്തെവിടെയെങ്കിലും പോയി വെറുതെ ഒരു 10 മിനിറ്റ് കിട്ടുമ്പോൾ ഉടനെ നമുക്ക് ഫോണിൽ അത് നോക്കാൻ, അല്ലെങ്കിൽ 2 വാക്കപ്പോൾ അവിടെ കുറിച്ചിടാൻ ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സുഖം അങ്ങനെ തോന്നി. ആ രീതിയിൽ തന്നെ ഈ 250 പേജിലുള്ള നോവലും എഴുതി പൂർത്തിയാക്കിയതാണ്. ഇനിയിപ്പോൾ അടുത്ത നോവലിനെ കുറിച്ചുള്ള ചിന്തകൾ എന്താ? അടുത്ത നോവല് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ എഴുതിയേ പറ്റുള്ളൂ എന്നുള്ളൊരു, പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. അത് കുറേ നിഷ്കളങ്കരായിട്ടുള്ള കുറേ മനുഷ്യർ ഇപ്പം പലപ്പോഴും ഈ നമ്മുടെ സ്നേഹത്തിൻ്റെയും പിന്നെ പരസ്പരമുള്ള സഹായങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായി കാണുന്നത് ഏറ്റവും പിന്നെ സാധാരണ മനുഷ്യരിലായിരിക്കും. അങ്ങനെയുള്ള കുറേ മനുഷ്യരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു എഴുതണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് എഴുതി തുടങ്ങി പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ എനിക്കത്. അപ്പോൾ ഇതുവരെ എഴുതിയ പോലെ ആയിരിക്കില്ല മനീഷിൻ്റെ അടുത്തൊരു നോവൽ വരുമ്പോൾ അത് വായനക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. അതായത് ഞാനടക്കമുള്ള വായനക്കാർ പുതിയ എഴുത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനോട് നീതി പുലർത്തണം എന്നൊരാഗ്രഹം. മിഴാവൂന്ന് എഴുതി അത് പൂർത്തിയാക്കപ്പെട്ടു, നന്നായി വായിക്കപ്പെടുമ്പോൾ സമയത്ത് പിന്നെ ആളുകൾ പറയുമായിരുന്നു ഇനി അടുത്ത നോവൽ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കണം എന്ന് പറയായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസമൊന്നും സത്യത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരം ഒരു വിഷയം എന്നോട് മനസ്സിൽ അലട്ടിയപ്പോൾ ഞാനത് എഴുതുന്നു. അപ്പം വായിക്കപ്പെട്ടവരൊക്കെ മിഴാവുന്നതിനേക്കാൾ മികച്ച നിലയിൽ കീഴുവാരങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സന്തോഷമാണ്. പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നതെന്ന് എഴുതാൻ വേണ്ടി കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇപ്പോഴും എനിക്കില്ല. മനീഷ് എഴുതി തുടങ്ങിയ അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കായി എന്താണ് മനീഷിന് പറയാനുള്ളത്? കോട്സ് പറയാം. ബഷീർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിമിഷം നിങ്ങൾ എഴുതിയിടുക. ഇതൊരു കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, അല്ലെങ്കിൽ നോവലിന് വേണ്ടുന്ന കാര്യങ്ങളായിക്കോട്ടെ, എഴുതി തുടങ്ങുക. പക്ഷെ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും തിടുക്കം കൂട്ടാൻ വേണ്ടി പാടില്ല എന്ന് ബഷീർ പറയുന്നുണ്ട്. കാരണം അത് നമ്മൾ വീണ്ടും വായിക്കുക. അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷനേക്കാൾ അപ്പുറത്തേക്ക് പല കാര്യങ്ങളും ആ നോവലിൽ കൂട്ടിച്ചേർക്കപ്പെടും. ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് വെട്ടിമാറ്റപ്പെടും. അങ്ങനെ ഒരു നല്ലൊരു ഒരു നമ്മളൊരു ശില്പം കൊത്തിയെടുക്കുന്നത് പോലെ അതൊരു ഭംഗിയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എഴുതാൻ താല്പര്യമുള്ളവർ എഴുതുക. പക്ഷേ അതിനുവേണ്ടി ആത്മാർത്ഥമായി നമുക്കതിനെ പുതുക്കി സമയമെടുത്ത് തന്നെ പുതുക്കി അതിനെ മെച്ചപ്പെടുത്തിയിട്ട് മാത്രം ഒരു പുസ്തകമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് മാത്രം നീങ്ങുക. എല്ലാവർക്കും തന്നെ എഴുതാൻ ആഗ്രഹം ഉണ്ടാവും, ഒരുപക്ഷെ മനസ്സിൽ ആശയങ്ങളുണ്ടാവും. പക്ഷെ അത് പേപ്പറിലേക്ക് പകർത്താൻ സാധിക്കില്ല. ആ ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്ത് ഉപദേശം കൊടുക്കാനുള്ളത്? എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റും? ഒരുപാട് വായിക്കുക എന്നാണോ ഇതിനൊരു പ്രതിവിധി? വായന കൊണ്ട് കിട്ടും. പിന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വായനക്കാരനോട് പങ്കുവെക്കണം, അല്ലെങ്കിൽ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി ഒരു എഴുത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയിൽ എഴുതുക. നമുക്കറിയാവുന്ന ഭാഷയിൽ നമുക്കറിയാവുന്ന രീതിയിൽ സാഹിത്യത്തിൻ്റെ പറ്റാവുന്ന സാഹിത്യമൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മളെ ഭാഷയിൽ എഴുതുക, നമ്മളെ രീതിയിൽ എഴുതുക. നമ്മളൊരു നോവലോ ഒരു കഥയോ ഒക്കെ എഴുതാനിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വന്ന ശേഷം ഇരുന്നാൽ നമുക്കത് എഴുത്ത് മുന്നോട്ട് പോവില്ല. ഓക്കെ, കൂടുതൽ ആൾക്കാർ അതിനാണ് ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. പകരം നമ്മുടെ കയ്യിൽ നമ്മൾ പേനയും കടലാസും എടുത്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇരുന്നിട്ട് ഒരക്ഷരം എഴുതിക്കൊള്ളുക. അപ്പോൾ അടുത്ത അക്ഷരം സ്വാഭാവികമായിട്ടും വരും. അതല്ല നമ്മൾ ഒരു 10 വാക്കാണ് എഴുതാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഈ 10 വാക്കും മനസ്സിൽ വന്നിട്ട് എഴുതാനിരിക്കുന്നതിന് പകരം ഒരു വാക്ക് കിട്ടിയാൽ ആ ഒരു വാക്ക് എഴുതുക. അടുത്ത വാക്ക് അതിൻ്റെ തുടർച്ചയിൽ തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഈ ചില എഴുത്തുകാരൊക്കെ പറയുന്ന ആൾക്കാർ ദിവസം ഒരു 10 ഖണ്ഡിക 15 ഖണ്ഡിക, അപ്പോൾ നമ്മുടെ എഴുത്ത് ഇമ്പ്രൂവ് ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് എഴുതിക്കൊണ്ടേയിരിക്കുക. ഇത് നമ്മൾ എഴുതുന്നത് ഇപ്പം MT ഒക്കെ പറയുന്നത് പോലെ MT പറയുന്നത് ഞാൻ എഴുതുമ്പോൾ എൻ്റെ മുന്നിൽ പ്രസാധകരില്ല, എൻ്റെ മുന്നിൽ വായനക്കാരില്ല, എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. അതിന് ശേഷമാണ് ബാക്കിയൊക്കെ പിന്നെ സംഭവിക്കുന്നതാണ്. അതെ. അപ്പോൾ മനീഷ്, ഒരുപാട് നന്ദി നമ്മുടെ മാറ്റുലി ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിന്.
കീളുവാരങ്ങൾ ഒരുപാട് വിറ്റഴിയുന്ന ഒരു പുസ്തകമാണ്. അതിനിയും കൂടുതൽ വിറ്റഴിയട്ടെ, കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടട്ടെ, ഒരുപാട് ചർച്ച ചെയ്യപ്പെടട്ടെ, ഒരുപാട് പുരസ്കാരങ്ങൾ കീളുവാരങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. അതുപോലെ മനീഷിനി എഴുതുന്ന പുതിയ കൃതികൾക്ക് എല്ലാവിധ ആശംസകളും ഇതോടൊപ്പം നേരുന്നു. ഒരുപാട് നന്ദി മനീഷ്. മിണ്ടിയും പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരൻ മനീഷ് മുഴക്കുന്നിന്റെ എഴുത്തുവിശേഷങ്ങൾ. നിർവഹണം ശ്രീകാന്ത് കെ കൊട്ടാരത്തിൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4.